നാടൻ സിമ്പിൾ ഊണാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പപ്പായാണ്. പപ്പായ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാനാണ് കേട്ടോ. കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുത്തണം. കുറച്ച് വെള്ളം, പാകത്തിന് ഉപ്പ്, അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. പപ്പായ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളകും വെളുത്തുള്ളി ചുവന്നുള്ളി ഇട്ടിട്ട് ചതച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ പപ്പായ വെന്തോ നോക്കാം കേട്ടോ. അതേ പപ്പായ വെന്തോ വന്നിട്ടുണ്ട്. ഉപ്പേരി ഉണ്ടാക്കാൻ പാത്രം വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുക. കണ്ടില്ലേ, നന്നായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉള്ളിമുളക് ചതച്ചിട്ട് കൊടുക്കാം. കറിവേപ്പിലട്ടുണ്ട്. വരുന്ന സമയത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പപ്പായ ഇട്ട് കൊടുക്കാം. ഇനി ഇത് വെള്ളം ഒന്ന് വറ്റട്ടെ കേട്ടോ. അടച്ച് വയ്ക്കാം. പപ്പായയിലെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഉച്ചക്കലത്തെ ഊണിന് വേണ്ടിയിട്ടുള്ള കറികളാണ് കേട്ടോ. പപ്പായ ഉപ്പേരിയും പിന്നെ മുത്തലിൻ്റെ തോരൻ, തക്കാളി കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങൾ ഇങ്ങനെ എല്ലാതും. തക്കാളി, സവാള, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് തക്കാളി വേവിക്കണം കേട്ടോ. തക്കാളി കറി ഉണ്ടാക്കാനാണ്. ഒന്നുകൂടി ഒന്ന് വെന്ത് വരട്ടെ. ഒരു അര മുറി ഉണ്ടാവും കേട്ടോ. തേങ്ങ ചിരകിയത് അരച്ചെടുക്കുക തക്കാളി കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക. ഒന്നും വേറെ ചേർക്കുന്നില്ല കേട്ടോ. വെള്ളം കുറച്ച് വെള്ളത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുക. നമ്മുടെ നാളികേരം അരച്ചു കൊണ്ടിട്ട് കേട്ടോ. അത് ഒഴിക്കാം. അരപ്പൊക്കെ ചേർത്ത് ഒന്ന് തിളക്കട്ടെ കേട്ടോ. ആ സമയത്ത് ഞാൻ താളിച്ചിടാൻ വേണ്ടിയിട്ടേ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്തു. ഒരു നുള്ള് നല്ല ജീരകം, അപ്പം തന്നെ കറിവേപ്പിലും ഒക്കെ മേടിക്കാം. അതെ, നമ്മുടെ തക്കാളിക്കറി റെഡിയായി. സിമ്പിളാണ്. ഈ പറഞ്ഞ പോലെ അധികം പാചകം പഠിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് പറ്റിയ ഈസി ആയിട്ടുള്ള കറികളാണ് കേട്ടോ. അതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ്. സിമ്പിളായിട്ടുള്ള കറിയല്ലേ, ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള കറി. ഇത് ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ കറി ചോറിനും ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കറിയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. എന്നിട്ടത് മുത്തലിൻ്റെ ഇല കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ്. തോരനൊക്കെ പറയാം, നമുക്ക് തേങ്ങയൊക്കെ ചെറിയിട്ട് ഉണ്ടാക്കാൻ. ഇപ്പോൾ തോരനും പറയാം. ഇത് സമൂലം ഉപയോഗിക്കുന്നൊരു, പിന്നെ ശരിക്കും പറഞ്ഞാൽ ആയുർവേദത്തിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. നല്ല ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുള്ള ഒരു ഇലയാണിത്. മുത്തൽ കൊടങ്ങല്ലി എന്നൊക്കെ പറയട്ടതിന്. പിന്നെ ഇത് സമൂലം, അതായത് വേര് അടക്കം കഷായം വെച്ചിട്ടൊക്കെ പല കാര്യങ്ങൾക്കും കുടിക്കുന്നുണ്ട്. വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കും, നല്ലതാണ്. അപ്പോൾ അതെ, നല്ല ഫ്രഷ് ഇലയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. മുത്തലിൻ്റെ ഇല തോരനാക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് വരട്ടെ നല്ലപോലെ. ചെറിയ ഉള്ളിയും പച്ചമുളകും ആണ് കേട്ടോ അടുത്തത്. വെളിച്ചെണ്ണയിൽ ഉള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എല്ലാതരം ചീരകളും നമുക്ക് ഇങ്ങനെ വയ്ക്കാൻ പറ്റും കേട്ടോ. എത്രയും മൂത്താൽ മതി കേട്ടോ. നമുക്ക് ഇല ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ്, ഇതിലേക്ക് മുട്ട ചേർക്കണം കേട്ടോ. ഇപ്പോൾ 2 നാടൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇത്തിരി തേങ്ങ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഉണ്ടാവും. തേങ്ങ ഇട്ടു. ഇനി മുട്ട. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തോർത്തി ഒരെടുക്കുക കേട്ടോ. നമ്മുടെ മുത്തലായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. ഓഫ് ചെയ്തിട്ടുണ്ട്. ചൂട് പോണതിൽ മുന്നേ കഴിച്ചാൽ നല്ലതാണ്. ചൂടോടെ കൂടി കഴിക്കാൻ നല്ലത് കേട്ടോ. ചോറാണ് കേട്ടോ, ലഞ്ചാണ്. പപ്പായ ഉപ്പേരി, തോരൻ, ഇതാണ് കേട്ടോ ലഞ്ച്. ഒരു പുളിരസത്തിന് വേണ്ടിയിട്ട്
അമ്പഴങ്ങയുടെ അച്ചാറും.